പാറു അവിടെ അടുത്തായിരിക്കുന്ന ചെറിയ കത്രിക എടുക്കുകയാണ്. അത് ഡോറിന്റെ ഇടയിലൂടെ രംഭ കാണുകയാണ്. അത് കാണുന്ന രംഭ ഗാർഡനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികയായി മാറുകയാണ്. മറുവശത്ത് പാറു രക്ഷസിന്റെ മുടി കട്ട് ചെയ്യാൻ പോകുന്ന സമയം അവിടെ കത്രികയായി മാറിയ രംഭ പാറുവിന്റെ അടുത്ത് പോയി പാറുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആദ്യമൊക്കെ രംഭയുടെ ശ്രമത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന പാറു അവസാനം പാറുവിന്റെ കയ്യിൽ കത്രിക കൊണ്ട് മുറിയുമ്പോൾ കൈവേദനിക്കുന്ന പാറു മോഹിനിയുടെ മുടിയിൽ നിന്ന് കൈവിടുകയാണ്. അപ്പോൾ മോഹിനിയുടെ മുടി സീക്രട്ട് റൂമിന്റെ അകത്തേക്ക് പോവുകയും ആ ഡോർ മുഴുവനായി അടയുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പാറു ചുവരിലിരിക്കുന്ന ഫോട്ടോ മാറ്റാൻ ശ്രമിക്കുകയാണ്. മറുവശത്ത് രംഭ മോഹിനിയുടെ അടുത്ത് വരികയാണ്. എത്ര ശ്രമിച്ചിട്ട് ഫോട്ടോ മാറ്റാൻ പറ്റാത്തത് കാണുന്ന പാറു ശങ്കറിനോട് പറഞ്ഞിട്ട് ശങ്കറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പാറു ശങ്കറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ശങ്കറിന്റെ അടുത്ത് പോകുന്ന പാറു ശങ്കറിനോട് രക്ഷസിന്റെ കാര്യവും രക്ഷസിന്റെ മുടിയുടെ കാര്യവും മോഹിനിയുടെ റൂമിന്റെ സീക്രട്ട് റൂമിന്റെ കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ പഴയതുപോലെ വീണ്ടും തുടങ്ങിയോ പാറു എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് സത്യമാണ്, ഇതൊന്നും അന്ധവിശ്വാസമല്ല, ശങ്കർ എന്നെ വിശ്വസിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ വാ പോയി നോക്കാമെന്ന് പറഞ്ഞ് ശങ്കറും പാറും അവിടെ നിന്ന് പോവുകയാണ്. മോഹിനിയുടെ റൂമിൽ പോകുന്ന ശങ്കർ ഫോട്ടോ എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ്. ശങ്കർ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് ആ ഫോട്ടോ നീക്കാനും എടുക്കാനും നോക്കുകയാണ്. പറ്റാത്തത് കൊണ്ട് വീണ്ടും ശങ്കർ ശ്രമിച്ചു നോക്കുകയാണ്. അപ്പോൾ ശങ്കർ തെറിച്ച് വിൻഡോയിലൂടെ പുറത്തേക്ക് പോവുകയാണ്. അത് കണ്ട് ശങ്കർ എന്നും പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് പാറു താഴേക്ക് നോക്കുമ്പോൾ ശങ്കറിനെ താഴെയൊന്നും കാണാത്തത് കാണുന്ന പാറു പാലസിന്റെ പുറത്തേക്ക് പോയി പാലസിന്റെ ചുറ്റും ശങ്കറിനെ നോക്കുകയാണ്. ശങ്കറിനെ കാണാത്തത് കൊണ്ട് വിഷമിച്ച് കരയുകയാണ്. ആ സമയം പാറു ഒരു മരത്തിന്റെ പൊത്തിൽ നിന്ന് മുടി പറക്കുന്നത് കാണുന്ന പാറു ആ മുടിയിൽ പിടിക്കുകയാണ്. എന്നിട്ട് ഇത്രയും നീളമുള്ള മുടിയോ എന്ന് പറഞ്ഞ് പാറു മുടി കുറെ വലിച്ചെടുക്കുകയാണ്. ശേഷം പാറു ആ മുടി പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. മുടി കാണുന്ന പൂജാരി ഇത് രക്ഷസിന്റെ മുടിയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പാറു ഈ മുടി വഴി ശങ്കറിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുകയാണ് പൂജാരി. മറുവശത്ത് പാലസിലേക്ക് കുറച്ച് പോലീസുകാർ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരികയാണ്. ഡെഡ് ബോഡി കാണുന്ന ദുൽചന്ദ് ഇൻസ്പെക്ടറോട് ഇത് ആരുടെ ഡെഡ് ബോഡിയാണെന്ന് ചോദിക്കുമ്പോൾ കൊക്കയിൽ നിന്ന് കിട്ടിയതാണ്, ഈ ബോഡി ശങ്കറിന്റേതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശി പാറുവിനെ എനിക്ക് വിശ്വാസമാണ്, പാറു ശങ്കറിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറു തീർച്ചയായും ശങ്കറിനെ കൊണ്ട് തിരിച്ചു വരുമെന്ന് പറയുകയാണ് മുത്തശ്ശി. അത് കേൾക്കുന്ന മോഹിനി തലമുടിയിൽ തടവിക്കൊണ്ട് പാറു എത്ര ശ്രമിച്ചാലും ശങ്കറിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് മോഹിനിയുടെ തലമുടിയിൽ ശങ്കറിനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണിക്കുന്നത്. ശങ്കർ എല്ലാവരുടെ മുന്നിലും മരിച്ചു കഴിഞ്ഞു, ശങ്കർ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുകയാണ് മോഹിനി. ശങ്കറിന്റേതെന്ന് പറഞ്ഞ് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നതെല്ലാം മോഹിനിയുടെ പ്ലാൻ ആയിരുന്നു. മുത്തശ്ശി ശങ്കർ മരിച്ചു എന്ന് വിശ്വസിക്കാതെ പാറുവിനെ കാത്തു നിൽക്കുകയാണ്. മറുവശത്ത് പൂജാരി ശങ്കറിന്റെ രൂപത്തിൽ ഒരു ചെറിയ പാവയുണ്ടാക്കി അതിൽ രക്ഷസിന്റെ മുടി ചുറ്റി പൂജ ചെയ്യുകയാണ്. പൂജയുടെ അവസാനം പാറുവിനോട് പൂജാരി ശങ്കറിനെ രക്ഷസിന്റെ മുടിയിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പാറു പൂജാരിയുടെ കയ്യിൽ നിന്ന് പാവ വാങ്ങിയിട്ട് ദേഷ്യത്തോടെ ആവയിൽ കെട്ടിയിരിക്കുന്ന മുടി പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് പാറു എന്റെ ശങ്കറിനെ വെച്ച് ഒരു വലിയ മിസ്റ്റേക്ക് ആണ് നീ ചെയ്തത്, ഞാൻ എന്റെ ശങ്കറിനെ കണ്ടുപിടിക്കും, പിന്നെ നിന്നെ സ്വാഹയാക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് പാറു. അടുത്ത സീനിൽ ശങ്കർ മരിച്ചു എന്ന് ഉറപ്പിച്ച് പാലസിലുള്ളവർ ശങ്കറിന്റെ ഫോട്ടോയിൽ മാലയിട്ട് ചടങ്ങുകൾ നടത്തുകയാണ്. ആ സമയം അവിടെ വരുന്ന പാറു അലറിക്കൊണ്ട് ആരും ഇവിടെ കരയേണ്ട എന്നും ഇവിടെ ചടങ്ങൊന്നും നടത്തണ്ട എന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന സൗദാമിനി പാറുവിന്റെ അടുത്ത് പോയി പാറുവിനോട് ജീവിക്കേണ്ട ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നിട്ട് അവന്റെ ചടങ്ങ് ചെയ്യാൻ നീ സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സൗദാമിനി പാറുവിനെ അടിക്കാൻ തുടങ്ങുമ്പോൾ പാറു ഒരു കോൾ റെക്കോർഡിംഗ് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ശങ്കറിന്റെ സൗണ്ട് ആയിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പാറു എല്ലാവരോടും പറയണം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ശങ്കർ പറയുന്നത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ദുൽചന്ദ് ഇൻസ്പെക്ടറോട് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന പാറു ഈ പാലസിന്റെ അകത്ത് ഡെഡ് ബോഡി കയറ്റിയതല്ലേ, അതുകൊണ്ട് ശുദ്ധീകരണം ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ പാറു ഒരു ഷാമ്പു ബോട്ടിൽ എടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഈ ഷാമ്പു തേച്ച് തല കുളിക്കണമെന്ന് പറയുകയാണ്. ആ കാര്യം എല്ലാവരും സമ്മതിക്കുകയാണ്. പാറുവിന്റെ പ്ലാൻ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് മോഹിനി. പാറുവിനെ ശങ്കറിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നും രക്ഷസ് ആരാണെന്ന് പാറുവിന് അറിയാൻ കഴിയുമോ എന്നറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.